ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് ന്യൂ മംസിനോടാണ്. അതായത് എസ്പെഷ്യലി ആഫ്റ്റർ ഫസ്റ്റ് ബേബി എല്ലാവരും ഭയങ്കര കെയർഫുള്ളായിട്ടായിരിക്കും ബേബീനെ ഡീൽ ചെയ്യുന്നത്. ഭയങ്കര പ്രഷ്യസ് ആയിട്ടായിരിക്കും. കാരണം നമുക്ക് ബേബീനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യാമെന്നതിനെ പറ്റി വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിരിക്കില്ല. ഓൾവേസ് ഫസ്റ്റ് ബേബി എന്ന് പറയുന്നത് ഒരു ഗൂഗിൾ ബേബി അല്ലെങ്കിൽ എന്താ പറയുക, ഒരു റിസർച്ചാണ്. അപ്പം നമ്മൾ ഒരുപാട് വറീഡ് ആവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബേബി ബോട്ടിൽസ് എങ്ങനെ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്യാം. ഇപ്പം ഞാൻ കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബേബിയുടെ ഹെൽത്തിന് ഹാം ആവുമോ? ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മളെ കൊണ്ട് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ രീതിയിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള കുറ്റബോധം ഒരു സൈഡിൽ. രണ്ടാമത് നമ്മളിപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബോട്ടിൽ ഫീഡ് എത്രത്തോളം ബേബിക്ക് ഹെൽപ്ഫുൾ ആകും, ന്യൂട്രീഷണലി റിച്ച് ആണോ, ബേബിയുടെ ഗ്രോത്തിന് എത്രത്തോളം ഹെൽപ്പ് ചെയ്യും, എന്തെങ്കിലും ഹാം ഉണ്ടാവും, ഇങ്ങനെ തൗസൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ മൈൻഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ഹോർമോണൽ ഇംബാലൻസ്, അതിൻ്റെ കൂടെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, ഇതിൻ്റെ എല്ലാം കൂടെ ഇങ്ങനെയുള്ള കുറേ വറീസ്. പിന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമുക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട് ഗൈഡൻസ് നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പം നമ്മുടെ മുമ്പത്തെ ജനറേഷൻ തൊട്ടുള്ള ആളുകൾ എന്താണോ ചെയ്തിരുന്നത് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാനിപ്പം ദൂരെ ആയതുകൊണ്ടും എനിക്ക് എൻ്റെതായ തീരുമാനങ്ങളുള്ളത് കൊണ്ടും എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ എടുക്കും, എല്ലാവരും പറയുന്നത് കേൾക്കും. അതിലെനിക്ക് ബെസ്റ്റാണ് അല്ലെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. നമ്മളിപ്പം മറ്റുള്ളവരുടെ ഇഷ്ടത്തിനായിരിക്കരുത് നമ്മുടെ ബേബീനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത്. നമുക്കൊരു തീരുമാനം ഉണ്ടാവണം. പിന്നെ ഡെലിവറി കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ അൺസ്റ്റേബിൾ ആയിരിക്കും. നമ്മുടെ ഹെൽത്ത്, നമ്മുടെ പെയിന്, ഇപ്പം ടിയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിക്കവർ ആകാനുള്ള ടൈം, ഇമോഷണലി ഉള്ള ഒരു എന്താ പറയുക ബാലൻസ് ആയി വരാനുള്ള ഒരു ഇഷ്യൂ. കാരണം നമ്മുടെ ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ ഒരു റിലേഷനിലേക്ക് പുതിയ ഒരാൾ വരുമ്പം നമുക്ക് കിട്ടുന്ന അറ്റൻഷൻ ഓട്ടോമാറ്റിക്കായിട്ട് കുറയുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പം എന്താ പറയുക, ഇനിയിപ്പം അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് ഒരു 99% ഞാൻ സംസാരിച്ചിട്ടുള്ള എല്ലാവരും തന്നെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നമ്മളൊന്ന് അഡാപ്റ്റ് ആയി വരാൻ നമ്മൾ അത്യാവശ്യം സമയം എടുക്കും. അപ്പം ഇതിൻ്റെ എല്ലാ ഇടയിൽ നമ്മുടെ നൈറ്റുള്ള സ്ലീപ്പും കൂടെ ഇംപെയർഡ് ആവുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടെ വേഴ്സ്റ്റ് ആയിരിക്കും നമ്മുടെ അവസ്ഥയിൽ കൊണ്ടെത്തിക്കുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നൈറ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുക ബേബീനെ ഫീഡ് ചെയ്യാൻ. ഇപ്പം ബോട്ടിൽ ഫീഡ് ആണെങ്കിൽ ബോട്ടിൽസ് സ്റ്റെറിലൈസ് ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കൂടുതലും സ്ട്രെയിൻ ചെയ്യുക. അപ്പം അതിനെന്നെ ഹെൽപ്പ് ചെയ്ത ഒരു സ്റ്റെറിലൈസർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് UK അവൈലബിൾ ആയിട്ടുള്ള മൂക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്റ്റീം മൈക്രോവേവ് സ്റ്റെറിലൈസറാണ്, ബോട്ടിൽ സ്റ്റെറിലൈസർ. നമ്മുടെ നാട്ടിൽ വേറെ പല ബ്രാൻഡുകളിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ നോക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അപ്പം അല്ലെങ്കിൽ നമുക്ക് സ്റ്റീം യൂസ് ചെയ്തിട്ട് അല്ലാത്ത രീതിയിൽ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. പക്ഷെ ബോട്ടിൽ ഡാമേജ് ആവാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അപ്പം ബോട്ടിലിൻ്റെയും ടീറ്റിൻ്റെയും ഒക്കെ ഒരു ലോങ് ലൈഫിന് വേണ്ടിയിട്ട് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരേ സമയം അപ് ടു 4 ബോട്ടിൽസ് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാനും പറ്റും. ഇത് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് മെയിനായിട്ട് 4 പാർട്സ് ആണുള്ളത്. ഒരു ബേസ് ഉണ്ടായിരിക്കും, പിന്നെ അതിനൊരു ലിഡുണ്ട്, ഇൻസൈഡ് നമുക്ക് ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റീം വരുമ്പോഴത്തേക്കും ഇത് തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഓൾറെഡി നമുക്കൊരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പം ഇത് പ്രൊപ്പോർഷൻ. പിന്നെ നമുക്ക് അപ് ടു 4 ബോട്ടിൽസ് നമുക്കിതിൽ വെക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ എന്തെങ്കിലും ആക്സസറീസ് ഉണ്ടെങ്കിൽ അതും നമുക്കിതിൽ വെക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇതിൽ വാട്ടർ ഫില്ല് ചെയ്തിട്ട് 4 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ മൈക്രോവേവ് സ്റ്റെറിലൈസേഷൻ ടൈം അവർ പറയുന്നത്. പിന്നെ നമ്മൾ ബോട്ടിൽ ഇതിൽ പ്ലേസ് ചെയ്യുന്നതിന് മുൻപ് തറവായിട്ട് ക്ലീൻ ചെയ്യണം. അത് നമുക്ക് മൈൽഡായിട്ടുള്ള ബോട്ടിൽ ക്ലെൻസേഴ്സ് അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സോപ്പി വാട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് തറവായിട്ട് ബോട്ടിൽ ക്ലീൻ ചെയ്യാം. അതിനുശേഷം 200 ml ഓഫ് വാട്ടർ ആണ് അതിൻ്റെ ബേസിൽ ഫില്ല് ചെയ്യാൻ നമ്മളോട് പറയുന്നത്. അതായത് മൈക്രോവേവിൽ വെച്ച് ആ ഒരു സ്റ്റീം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 200 ml ഓഫ് വാട്ടർ 4 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ പറയുന്നത് ഞാൻ യൂസ് ചെയ്ത ന്യൂക്കിൻ്റെ സ്റ്റെറിലൈസറിനെ പറ്റിയാണ്. അപ്പം നിങ്ങൾ ഈ ബോട്ടിൽ സ്റ്റെറിലൈസർ വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ടാവും. അതിൽ നമ്മളിപ്പം എത്ര വോട്ടിൻ്റെ മൈക്രോവേവ് ആണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട്
സ്റ്റെറിലൈസേഷൻ ടൈമിലും വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇത് തന്നെയാണെങ്കിലും ഇപ്പം 1000 വാട്ടിന്റെ മൈക്രോവേവ് ആണെങ്കിലും നമ്മൾ 4 മിനിറ്റ്സ്, ഇനിയിപ്പം ഒരു 800 to 950 ആണെങ്കിൽ അവർ പറയുന്നത് 5 മിനിറ്റ്സ്, അതേപോലെ 500 to 750 വാട്ട്സിന്റെ മൈക്രോവേവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 7 മിനിറ്റ്സ്. അങ്ങനെ വാട്ട്സ്, അതായത് മൈക്രോവേവിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമ്മുടെ സ്റ്റെറിലൈസേഷൻ ടൈമിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം നമ്മൾ ബേബീസിന് എന്ത് സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്താലും നമുക്കിപ്പം അത് യൂസ് ചെയ്യാൻ പരിചയമില്ലാത്തതാണെങ്കിൽ തറവായിട്ട് നമ്മൾ അതിന്റെ മാനുവല് വായിച്ചു നോക്കുക, അതിനുശേഷം മാത്രം യൂസ് ചെയ്യുക. അപ്പം മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനേക്കാളും ആ ഒരു മാനുഫാക്ചറിങ് കമ്പനി അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ച് മാത്രം അവരുടെ പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുക. ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്, ഇത് പോർട്ടബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ട്രാവലിങ് അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് നമ്മുടെ കൂടെ ക്യാരി ചെയ്യാം. മൈക്രോവേവ് ഓൾമോസ്റ്റ് ഇവിടെയൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഈ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഇസ് പ്യുവർലി ഫ്രം മൈ എക്സ്പീരിയൻസസ്. എനിക്കുണ്ടായ, അതായത് ഒറ്റയ്ക്ക് ഒരു അമ്മയായിട്ട് ബേബിനെ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങുക, അതായത് പ്രീവിയസ് നമുക്കിപ്പം നഴ്സിംഗ് പഠിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ ബേബിനെ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ കുളിപ്പിച്ചിട്ടുണ്ടാവും. അല്ലാതെ നമ്മൾ 24/7 നമ്മളൊരു ബേബിയുടെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെതായ സ്ട്രഗിൾസ്, ബുദ്ധിമുട്ടുകൾ ഫിസിക്കലി ഇമോഷണലി ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഇനീഷ്യലി എനിക്ക് ഏറെക്കുറെ എന്താ പറയുക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുത്തു. അപ്പം അതിൽ നിന്നും എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യും. ഞാനിതൊരു ഡെമോൺസ്ട്രേഷൻ ആയിട്ട് കാണിക്കാത്തത്, അപ്പം പല കമ്പനീസിൻ്റെ സ്റ്റീം സ്റ്റെറിലൈസേഴ്സിന് പല പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ പല രീതിയിലായിരിക്കും അത് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പം ഈ ഒരെണ്ണത്തിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചത് കൊണ്ട് ചിലപ്പം അത് മിസ്കമ്മ്യൂണിക്കേഷൻ ആ ഒരു രീതിയിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ടൈം സേവ് ചെയ്യാനും നമ്മുടെ സ്ലീപ്പ് സേവ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കണ്ടുപിടുത്തങ്ങൾ. ഇപ്പം വെള്ളമൊക്കെ തിളപ്പിച്ച് അല്ലെങ്കിൽ സ്റ്റീമൊക്കെ ഉണ്ടാക്കി നമ്മൾ ഓരോരോ ബോട്ടിലായിട്ട് ക്ലീൻ ചെയ്ത് ബേബിനെ ഫീഡ് ചെയ്യാൻ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത് എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് തന്ന, അങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ അറിഞ്ഞത്. കാരണം ഇനീഷ്യലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ കിട്ടിയ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ ടൈം സേവ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് കിട്ടും. അപ്പം അതനുസരിച്ചിട്ട് നമുക്ക് ബേബിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരെ ടേക്ക് കെയർ ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് മൈൻഡും ഡെവലപ്പ് ചെയ്യും.